വന്നിട്ടില്ല. എൻ്റെ പേര് ഹായ് യശോൻ ചേട്ടാ. ഹായ് ഹായ്. ഹായ് ഹായ് ഹായ്. അപ്പോൾ ആസ്പിൽ സീസിറ്റിലെ ഇന്നത്തെ നമ്മളുടെ ഇതുള്ളത് 136 പേജാണ്. അതിൽ ഇതുവരെ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറയുക. എൻ്റെ ഓർമ്മയാണ് 136 ആണ് ഇനി ചെയ്യേണ്ടത്. കഴിഞ്ഞ 135 വരെ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് ഓർമ്മ. 136 പറഞ്ഞത് ഗിവിങ് അപ്പ് ഡിഫക്ട്സ്, അതായത് നമ്മളുടെ പോരായ്മകൾ അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവ വൈകല്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കലാണ്. ഇത് 12 2 പേജുകളിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 68 69. 68 ലാസ്റ്റ് ബട്ട് 1 പാരഗ്രാഫ്. 69 എന്ന് പറഞ്ഞാൽ ഈ ലേഖനത്തിന്റെ ലാസ്റ്റ് പാരഗ്രാഫ്, 6ാം പടിയെ കുറിച്ചുള്ള ലേഖനം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്, എങ്ങനെ ഡിഫക്റ്റ് നമ്മളുടെ എന്തിനെ കുറിച്ചാണ് ബിൽഡപ്പ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം എടുക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്താ പറയാ ഇതില് കോർത്തിണക്കി വെച്ചിട്ടുള്ളത്, ഓക്കെ, സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് ഈ പുസ്തകം. ആദ്യം 68ാമത്തെ പേജില് ഉപേക്ഷിക്കാൻ നമ്മൾ ഇപ്പോഴും തയ്യാറാകാത്ത പോരായ്മകളിലേക്ക് വീണ്ടും നോക്കുമ്പോൾ നാം വരച്ചു കഴിഞ്ഞ വ്യക്തമായ വരകൾ നമുക്ക് മായ്ച്ചു കളയേണ്ടി വരും. ഒരുപക്ഷെ ചിലരുടെ കാര്യത്തിൽ ഇത് ഇനിയും എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് നമ്മൾ സാക്ഷ്യം. എന്താണത്? അതായത് നമ്മള് ഇപ്പോഴും കണ്ടുപിടിച്ചു, 4ഉം 5ഉം പടികളിൽ കൂടെ കുറെ വൈകല്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. അതിൽ ചിലതില് ഉപേക്ഷിക്കാൻ നമ്മൾ ഇപ്പോഴും തയ്യാറാകാത്ത പോരായ്മകളിലേക്ക് വീണ്ടും നോക്കുമ്പോൾ, ഒന്നും കൂടി നോക്കുമ്പോൾ നാം വരച്ചു കഴിഞ്ഞ വ്യക്തമായ വരകൾ നമുക്ക് മായ്ച്ചു കളയേണ്ടി വരും. അതെന്തായിരുന്നു എന്നുള്ളത്, എന്റെ ചില ഡിഫക്റ്റുകളൊക്കെ ഞാൻ വിചാരിച്ച ഡിഫക്റ്റുകളൊന്നും ആയിരുന്നില്ല. അതൊക്കെ അതല്ലാണ്ട് അതിനോട് കൂടെ ചേർന്ന് വേറെയും പല ഡിഫക്റ്റുകളും ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ആയിരുന്നില്ല. അവിടെയാണ് നമുക്കൊക്കെ ഒരു സ്പോൺസറുടെ സഹായം വേണ്ടി വരുന്നത്. അപ്പൊ അതിൽ കൂടെ ഡിഫക്റ്റുകൾ നാം വരച്ചു കഴിഞ്ഞ വ്യക്തമായ വരകൾ നമുക്ക് മായ്ച്ചു കളയേണ്ടി വരുന്നുണ്ടാവും. ഇനിയോ ഒരുപക്ഷെ ചിലരുടെ കാര്യത്തിൽ ഇത് ഇനിയും എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ ചിലരുടെ കാര്യത്തില്, ഇപ്പൊ എന്റെ കാര്യത്തിൽ തന്നെ പറയാം, ചില ഡിഫക്റ്റുകള് എനിക്ക് മായ്ച്ചു കളയണം. ഞാനത് ഡിഫക്റ്റാന്ന് വിചാരിച്ചിരുന്നില്ല ചില കാര്യം, പക്ഷെ അത് എനിക്ക് ഡിഫക്റ്റ് ആണെന്ന് പിന്നീട് മനസ്സിലാവുകയും ചെയ്തു. അത് മായ്ച്ചു കളയുക തന്നെ വേണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളാവും ചിലപ്പോൾ വലിയ ഡിഫക്റ്റ് ആയിട്ട് വലിയ ഡിഫക്റ്റിന്റെ ഒരു ചെറിയൊരു ഇതായിട്ട് പ്രതിഫലനമായിട്ട് വരുന്നത് നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട്. അതായത് ഒരു ദിവസം ഞാൻ എൻ്റെ ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ പ്രോഗ്രാം വന്ന ആ കാലഘട്ടങ്ങളിലത്തെ ഒരു കാര്യമാണ് പറഞ്ഞത്. ഒരു തവണ ഞാൻ മോട്ടോർ സൈക്കിളിൽ പോണ സമയത്ത് എന്നെ ഒരാള് വളരെ റാഷായിട്ട് കയറിയിട്ട്, അപ്പൊ അയാൾക്ക് സൈഡ് കൊടുക്കാൻ എനിക്ക് ആ റോഡിൽ, ചെറിയ റോഡാണ്, എന്താ പറയാ, വഴിയില്ല, സൈഡ് കൊടുക്കാനായിട്ട് ബാക്കിൽ നിന്ന് കുറച്ച് ഹോണൊക്കെ അടിക്കുന്നുണ്ട്. ഞാൻ ഒരു സൈഡ് കൊടുക്കണം എന്നുള്ള ഒരു വിചാരം അടുത്ത് കുറച്ചൊരു ചിലപ്പോൾ ഒരു 20 മീറ്റർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള സ്ഥലമുണ്ട്, അവിടെ കൊടുക്കാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ഇയാൾ ഈ സൈഡ് ഇല്ലാത്ത സൈഡിൽ കൂടെ പെട്ടെന്ന് കയറിപ്പോയി. കയറിപ്പോയപ്പോ എന്റെ മനസ്സില്, അത് എന്റെ ഭയം കൊണ്ടാണ്, അവർക്ക് എനിക്ക് പിന്നീട് മനസ്സിലായി, പക്ഷെ എന്റെ മനസ്സിൽ വന്ന വിചാരം എന്താ അറിയോ, ഈ പണ്ടാർക്കാലം ചാവാനാണല്ലോ പോണത്, അടുത്ത വളവില് ചിലപ്പോ ഇവൻ വല്ലൊരു ഇടിച്ചു അവിടെ കിടക്കുന്നത് കാണാം. അപ്പൊ ഞാൻ അടുത്ത വളവിലേക്ക് എത്തുന്നത് ഈ എക്സ്പെക്ട് ചെയ്ത് കൊണ്ടാണ് ഇയാൾ അവിടെ വീണ് കിടക്കുന്നത്. ഇതിനെ ഒരു സാധാരണ പ്രശ്നമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത്, അതിൽ 2-3 എന്റെ ഡിഫക്റ്റുകൾ ഉണ്ടായിരുന്നു. ഒന്ന് എന്റെ ഡിഫക്റ്റ്, അത് എന്റെ ഭയം. കാരണം ഇയാൾ പെട്ടെന്ന് കയറിപ്പോയപ്പോ സ്ഥലമില്ലാത്ത സ്ഥലത്ത് കൂടെ പെട്ടെന്ന് ഇയാൾ കയറിപ്പോയി, അതിലുള്ള ഭയം. 2,
ഞാൻ വിചാരിച്ചുല്ലോ ഞാൻ കുറച്ച് കഴിഞ്ഞ് അയാൾക്ക് സൈഡ് കൊടുക്കാത്ത, അതിക്ക് മുമ്പ് തന്നെ ഇയാൾ കയറിപ്പോയി. അപ്പൊ എന്നെ എന്തോ അംഗീകരിക്കാത്ത പോലുള്ള എൻ്റെ ഒരു തൃപ്തിക്കുറവ്, അതെനിക്ക് എൻ്റെ അഭിമാന ബോധത്തിനെ ബാധിച്ച പോലെ എനിക്ക് തോന്നി. ഇതൊക്കെ പിന്നെ ഡിഫക്റ്റ് ആയിട്ട് കണ്ടപ്പോ, അപ്പൊ ഇതൊന്നും ഒരു ഡിഫക്റ്റ് ആയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു പോലുമില്ല. പക്ഷെ ഈ ഡിഫക്റ്റുകള്, ഇതുപോലുള്ള ചിന്തകള് വേറെ പല അവസരങ്ങളിലും വേറെ പല രൂപങ്ങളിലും വന്നിരുന്നു എൻ്റെ ജീവിതത്തിൽ. അപ്പൊ ഇതിപ്പോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെയൊക്കെ ഇതിനെ തടയിട്ടിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട്, അയ്യോ ഇത് വലിയ അപകടത്തിലേക്ക് അവൻ പോവുക, ഞാൻ ഇനി വേറെ എന്താ രീതിയിലാണ് ചിന്തിക്കുക എന്നൊക്കെ ഉള്ളത് വന്നിട്ട് അവിടെ കൃത്യമായ രീതിയിൽ എന്നിൽ നിന്നും അത് നീക്കം ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാവലേ ഉള്ളൂ. ഇവിടെ 6-7 പടികളിൽ 6-ാം പടിയിൽ തയ്യാറാവലും 7-ാം പടിയിൽ വിട്ടുകൊടുക്കലുമാണ്, വേറെ ഒന്നുമില്ല. അത് പിന്നെ തന്നെ അതിൻ്റെതായ സമയത്ത് അത് പോയിക്കോളും. പിന്നീടും പല സമയത്തും ഇതുപോലെ ഈ ആൾക്കാരെ പ്രാവുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. കുറെ കൊല്ലം മുമ്പാണല്ലോ, കോഴ്സ്. അടുത്ത കാലത്തൊന്നും ആരും പ്രാപിച്ചതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് നമ്മുടെ ശീലത്തിന്റെ ഭാഗമായിട്ട് അതൊരു മാറ്റം വന്നു. എന്താ പറയുക, ആൾട്ടേർഡ് ആറ്റിറ്റ്യൂഡെന്നോ അല്ലെങ്കിൽ ആൾട്ടേർഡ് ബിഹേവിയറൽ എന്താ പറയുക പ്രാക്ടീസസിൽ വന്നിട്ടുള്ള ആൾട്രേഷൻ ഒക്കെയാണ്. പക്ഷെ അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ഇതുപോലുള്ള പറയുമ്പോൾ വളരെ ഇത് എത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണ്, പക്ഷെ അത് എന്നെ ബാധിച്ചു. അത് എൻ്റെ ഒരു വലിയ ഡിഫക്റ്റ് ആയിരുന്നു. അപ്പൊ ഇവിടെ അതൊന്നും നാം വരച്ചു കഴിഞ്ഞ് വ്യക്തമായ വരകൾ നമുക്ക് മായ്ച്ചു കളയേണ്ടി വരും. ഒരുപക്ഷെ ചിലരുടെ കാര്യത്തിൽ ഇത് ഇനിയും എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇത് ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് നമ്മൾ ശാഠ്യം പിടിക്കും. അപ്പൊ അത് പിന്നീട് പോകണമെന്നില്ലാണെങ്കിൽ എനിക്കിപ്പോഴും കഴിയുന്നില്ല, സാധിക്കുന്നില്ല, ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് ഞാൻ പറയാൻ പാടില്ല. അവിടെ ഞാൻ വാതിൽ കൊട്ടിയടക്കുകയാണ്. എൻ്റെ ഓപ്പൺ മൈൻഡഡ് അപ്രോച്ച് പോയി, വില്ലിങ്നെസ് പോയി, എന്താ പറയാ, ആ ഒരു അവനവനോട് തന്നെ ആത്മാർത്ഥം പോയി. നമ്മൾ ഹൗ എന്ന് പറയില്ലേ, ഓണസ്റ്റി, ഓപ്പൺ മൈൻഡഡ്നെസ് ആൻഡ് വില്ലിങ്നെസ്, അത് മൂന്നും അവിടുന്ന് അപ്രത്യക്ഷമായി. അത് മൂന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിൽ നിന്ന് താഴേക്ക് പോയി, തിരിച്ചു പോയി എന്നുള്ളതാണ്. ഇനിയുള്ളത് 69-ാമത്തെ പേജിലാണ്. ഇതിന്റെ ഈ ലേഖനത്തിന്റെ അവസാനത്തെ പാരഗ്രാഫ്. ഇല്ല, ഒരിക്കലും ഇല്ല എന്ന് നമ്മൾ പറയുന്ന നിമിഷം ഈശ്വരന്റെ കാരുണ്യത്തിന് നേരെ നമ്മുടെ മനസ്സുകൾ അടയുന്നു. അപ്പോൾ അതിന് എതിരായിട്ടാണ് നമ്മളൊക്കെ കിട്ടിയിരുന്ന ആ ഈശ്വര അനുഗ്രഹവും ആ കാരുണ്യം എല്ലാം അതിനെതിരെ മനസ്സ് അടയുന്നു. കാലവിളംബം ആപൽക്കരമാണ്, കൂടുതൽ ഡിലേ ചെയ്യാൻ പാടില്ല. എതിർപ്പ് മാരകം. കാലവിളംബം കൊണ്ട് ആപൽക്കരാണ്, അത് ആപൽക്കരാണ്. പക്ഷെ എതിർത്തു കഴിഞ്ഞാലോ അത് മാരകമാണ്. മാരകം എന്ന് പറഞ്ഞാൽ എന്താ? നശിപ്പിക്കുന്നത്. പരിമിതമായ ലക്ഷ്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുകയും നമുക്ക് വേണ്ടിയുള്ള ഈശ്വരച്ഛയിലേക്ക് നാം നീങ്ങുകയും ചെയ്യുന്ന കൃത്യമായ ബിന്ദുവാണ്. അതായത് നമ്മൾക്കുള്ള ചെറിയ ലക്ഷ്യങ്ങൾ ചെറുതേ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വരച്ഛയിലേക്ക് നാം. അപ്പൊ ഇത് ചില ആഗ്രഹങ്ങളുടെ പിന്നിലും വരും ഇതേ പ്രശ്നം. അപ്പൊ ആഗ്രഹങ്ങൾ ന്യായമാണ് എന്ന്, ശരിക്കും അന്യായമായ ആഗ്രഹങ്ങളെ ന്യായമാണ് മനസ്സിൽ കരുതിക്കൊണ്ട് കിടക്കും. അവിടെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഇവിടെ എന്താ ചെയ്യേണ്ടത്? പരിമിതമായ ലക്ഷ്യങ്ങൾ മാത്രമാണ് അത്, ആ ആഗ്രഹങ്ങളൊക്കെ. അപ്പൊ അതിനെ ഉപേക്ഷിക്കേണ്ടതാണെങ്കിൽ ഉപേക്ഷിക്കണം. എന്നിട്ട് ഈശ്വരന്റെ ഇച്ഛയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അങ്ങനത്തെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരില്ലല്ലോ ദൈവം എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് നാം നീങ്ങുകയും വേണം എന്നാണ്. എന്നിട്ടോ അതിനുള്ള ആ ടേണിംഗ് പോയിന്റിന്റെ കൃത്യമായ ബിന്ദുവാണ്. ആ ടേണിംഗ് പോയിന്റാണ് അവിടെ. ഇതാണ് കറക്റ്റ് പോയിന്റ്. ഇത് പറയുമ്പോൾ ഈ ചാപ്റ്ററിന്റെ 6-ാം പടി എന്നുള്ള ആ ചാപ്റ്ററിന്റെ ആദ്യത്തെ വരി കൊണ്ട് എന്താണ് ആദ്യത്തെ വരി? 6-ാം പടിയില് വളർച്ച പ്രാപിച്ചവരും വളർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നവരും തമ്മിൽ വേർതിരിക്കുന്നത് ഈ പടി. അപ്പൊ നോക്കൂ, അത് എത്രത്തോളം അതില് നമുക്ക് ഇതുണ്ടെന്ന്. അത് നമ്മൾ വളർച്ച പ്രാപിച്ചവരും വളർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ഇവരെ തമ്മിൽ വേർതിരിക്കും. അവിടെയാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 6-ാം പടിയും 7-ാം പടിയുമാണ് എന്നെ ആദ്യമായിട്ട് എനിക്ക് പരിചയപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈം
അഡ്മിറ്റ് ആയിരുന്ന ഹോസ്പിറ്റലിൽ അവിടെ ഒരു ഏകരം വരുമായിരുന്നു. അതിന് മുമ്പ് പല സ്ഥലങ്ങളിൽ ഷെയർ ചെയ്തു. അദ്ദേഹം ആ ഫസ്റ്റ് സാറ്റർഡേന് എനിക്ക് ഒരുവിധം ബോധത്തിലേക്ക് എത്തിയതിനു ശേഷമുള്ള അത് ഞാനൊരു സൺഡേ രാത്രി കണ്ട് എത്തണമെന്ന് എൻ്റെ ഓർമ്മ. സൺഡേ രാത്രി മിഡ് നൈറ്റിന് ശേഷമാണ് എത്തുന്നത്. അപ്പൊ മൺഡേ ഏർലി മോർണിംഗ്, പിന്നത്തെ സാറ്റർഡേ അപ്പോഴേക്കും ഒരു 6 ദിവസത്തെ സുബോധം കുറച്ചായിട്ടുണ്ട്. സുബോധം ഇൻ ദ സെൻസ് ലഹരിമുക്ത അവസ്ഥയായിരുന്നു. വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ ഒരുവിധം നിന്നു ആ ടൈമായിട്ട്. അപ്പോഴാണ് ആദ്യത്തെ അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കുന്നത്. എല്ലാ സാറ്റർഡേനും വരുന്നത്. ഒരു ഞങ്ങൾ അങ്കിളിനെ വിളിക്കുക, ജോ അങ്കിൾ. അപ്പോൾ അങ്കിള് വന്നിട്ട് അന്ന് അദ്ദേഹത്തിന്റെ 12 അല്ല ഉള്ളത്, ഈ മറ്റേ പുസ്തകമുണ്ട്, എന്താണ് അതിന്റെ പേര്, ഹാസലിന്റെ ഒരു ബുക്ക് ഉണ്ട്, ചെറിയ ബുക്ക്, സ്റ്റൂൾസ് ആൻഡ് ബോട്ടിൽസ് അല്ല, ലിറ്റിൽ റെഡ് ബുക്ക്. ലിറ്റിൽ റെഡ് ബുക്കാണ്, അതാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ. അത് എടുത്തുകൊണ്ടുവന്ന് അതിന്റെ 6-7 പടികളാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. എനിക്ക് അന്ന് തന്നെ അതിനോട് താല്പര്യം തോന്നി. കാരണം ഇത് വളരെ ലോജിക്കലാണ് നിങ്ങൾ. കാരണം ഞാൻ അതിനു മുമ്പ് പല എന്റെ പ്രശ്നങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. തിരിച്ചറിഞ്ഞാൽ തന്നെ ഞാൻ സന്നദ്ധനായിരുന്നില്ല വിടാൻ. സന്നദ്ധനാവുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, 7-ാം പടിയിൽ ഞാൻ അത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഞാൻ അവിടെ കൂടുതൽ ഞാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. എന്റെ കുറവുകളും പോരായ്മകളൊക്കെ മാറ്റാനായിട്ട് ഞാൻ തന്നെ ശ്രമിക്കുമ്പോൾ അത് എന്നിൽ കൂടുതൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു അദ്ദേഹം അന്ന് അവിടെ അത് പറഞ്ഞപ്പോ സംസാരിച്ചപ്പോ എനിക്ക് അന്ന് തന്നെ വളരെ ലോജിക്കലി കറക്റ്റ് ആണല്ലോ എന്നൊക്കെ തോന്നി. ഞാൻ വളരെയധികം ലോജിക്ക് നോക്കുന്ന ഒരാളാണ്. ഇപ്പൊ അങ്ങനെ അത്ര അധികം ലോജിക്കൊന്നും നോക്കാറില്ല. ആ ഒരു കാലത്ത് കുറെ ലോജിക്ക് നോക്കിയിരുന്നു. ലോജിക്കലി അല്ലാത്ത ഒരു കാര്യത്തിന് ഞാൻ സംഭവിച്ചില്ല. അങ്ങനത്തെ ഒരു എന്താ പറയാ, എല്ലാം വിരോധാഭാസം എന്ന് ഇപ്പൊ പറയാൻ പറ്റും, വേറെ ഒന്നും പറയാൻ പറ്റില്ല ആരും. ഓക്കെ, ഇതിനോട് ഇതില് ഈ പേജ് സൂചിപ്പിക്കുന്നത് 1 ക്യാരക്ടർ ഡിഫക്ട്സ്, 2 ഇൻഡിവിജ്വൽ ഗ്രോത്ത്. അന്ന് ക്യാരക്ടർ ഡിഫക്ട്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു. പിന്നെ ആ മനുഷ്യന്റെ വരുന്ന വ്യത്യാസം, വളർച്ച പറഞ്ഞില്ലേ, ഇത് വളർച്ച പ്രാപിച്ചവരും പ്രാപിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ആണ് ഈ പടി 6ാമത്. അപ്പോ ആ ടേണിംഗ് പോയിന്റ് ജെയിംസിന് വളരെ ജെയിംസാണ് എല്ലാ ആഴ്ചയും എഴുതിയിരുന്ന. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതില്ലേ? എനിത്തിങ്? ചേട്ടാ, അതൊന്നും കൂടി ഒന്ന് വിശദീകരിക്കുക. ബോയ്സ് ടു മെൻ എന്ന് പറയുന്നില്ലേ, അതായത് വളർച്ച പ്രാപിച്ചവരും, അതൊന്നും കൂടി ഒന്ന് പറയുമോ? ഓക്കെ, വളർച്ച പ്രാപിച്ചവർ എന്താ ചെയ്യുക, വളർച്ച പ്രാപിക്കാത്തവർ എന്താ ചെയ്യുക? വളർച്ച പ്രാപിച്ചവർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കാര്യങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരാണ് വളർച്ച പ്രാപിച്ചത്. അപ്പൊ എന്റെ യാഥാർത്ഥ്യം, എന്റെ ഈ കുറവുകളും പോരായ്മകള് അല്ലെങ്കിൽ ക്യാരക്ടർ ഡിഫക്ട്സ് ഞാൻ പറയാം. ക്യാരക്ടർ ഡിഫക്ട്സ് എൻ്റെ ഒരു പ്രശ്നമാണെന്നല്ല ഞാൻ അംഗീകരിക്കലാണ് ആദ്യത്തെ ആവശ്യം. അതാണ് 6ാം പടി. അതിനെ തുറന്ന് സമ്മതിക്കാനായിട്ട് ഒരു വളർച്ച പ്രാപിച്ച ആൾക്ക് പറ്റും. ഈ 6ാം പടിയില് ഇത് തുറന്ന് സമ്മതിക്കുന്നതോടുകൂടി 1ാം പടിയിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് മാറുകയാണ്. കുറെ കൂടി ഒരു ലാർജർ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തണം. വിശാലമായ, കുറെ കൂടി വിശാലമായ 1ാം പടി. 1ാം പടിയിൽ നമ്മൾ ഞങ്ങൾ മദ്യത്തിന് മുന്നിൽ ശക്തിയെന്ന് ഞങ്ങൾ സമ്മതിച്ചു എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ഭാഗം മദ്യത്തിന് മുന്നിൽ ശക്തിയെന്നാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടി ആക്സെപ്റ്റ് ചെയ്യും. മദ്യത്തിന് മുന്നിൽ മാത്രമല്ല, അതിൽ കൂടുതൽ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്നിലുള്ളതാണ്, അതെനിക്ക് മാറണം. അവിടെ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും എന്നിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് അവർ ലൈഫ്സ് ഹാവ് ബിക്കം അൺമാനേജബിൾ എന്നുള്ള എനിക്ക് പോകണം. ആ അൺമാനേജബിലിറ്റി വരാനായിട്ടുള്ള ഒരു ഇതെല്ലാം തുറന്ന് സമ്മതിക്കണമെങ്കിൽ സാധാരണഗതിയിലെ വളർച്ച പ്രാപിച്ച ഒരാൾക്ക് പറ്റും. അല്ലെങ്കിൽ വളർച്ച പ്രാപിക്കാൻ ഈവൻ തയ്യാറെങ്കിലും ആയിരുന്നു. അല്ലാണ്ട് ഇതിൽ ലാസ്റ്റ് പറഞ്ഞ പോലെ മനസ്സ് കൊട്ടിയടയ്ക്കുന്ന ഒരാൾക്ക് സാധിക്കില്ല. അയാൾക്ക് യാഥാർത്ഥ്യ ബോധം ഉണ്ടാവുള്ളൂ. എളിമ എന്നുള്ളതിന്റെ ഇതിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ 1ാം പടിയിലും 2ാം പടിയിലും കുറേശ്ശെ കണ്ടെങ്കിൽ 3ാം പടിയിൽ അത് കൂടുതൽ ഇലാബറേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ പരിശീലിക്കുന്നെങ്കിലും സാധിക്കാതെ വരുമ്പോൾ പിന്നീട് ആ എളിമ കൈവരുത്താനായിട്ടുള്ള പ്രോസസ്സാണത്. അതിലൊരു പ്രോസസ്സാണിത്. ഞാൻ എൻ്റെ യാഥാർത്ഥ്യ ബോധം, എൻ്റെ വസ്തുതാപരമായിട്ട് ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കലും ആദ്യത്തെ ഓരോ വസ്തുതകളെയും ഞാൻ അംഗീകരിക്കണം.
അംഗീകരിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഏഴാം പടിയിൽ പിന്നെ അതിനെല്ലാം എടുക്കും, അതിന് വിട്ടുകൊടുക്കുക. അപ്പൊ ആ അംഗീകരിക്കല് തുറന്ന് സമ്മതം വളരെ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ ഞാൻ പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് സന്നദ്ധത ഉണ്ടാവാനുള്ള സന്നദ്ധതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ല, ഇതെല്ലാം ചെയ്യുന്നുണ്ട് സാധാരണഗതിയിൽ വളർച്ച പ്രാപിക്കുന്നവർക്ക് സാധിക്കും. വളർച്ച പ്രാപിക്കാത്തവർക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞില്ല എന്റെ ക്യാരക്ടർ ഡിഫക്റ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതൊക്കെ പിന്നെ ഈവൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായി. ഇത്രയും സൂക്ഷ്മമായിട്ട് കൂടി നമുക്ക് പലതും ചിന്തിക്കേണ്ടി വരും. നമ്മുടെ ഉള്ളിൽ വരുന്ന വികാരങ്ങൾ, ചിന്തകളെ. ഐ തിങ്ക് ഞാൻ ഉദ്ദേശിച്ചതാണോ ഷിബു ഉദ്ദേശിച്ചാണോ പറഞ്ഞത് എനിക്കറിയാം. താങ്ക് യു കേട്ടോ. അത് തന്നെ ശരി, മനസ്സിലായി. താങ്ക് യു. ഓക്കെ, അശോകേട്ടാ, ഒരു ചെറിയ സംശയം. പറയൂ എന്ന് സാർ. പറഞ്ഞാൽ എനിക്ക് കുടിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് സാധ്യമല്ല എന്ന് ചുരുക്കം യെസ്, അല്ലേ? യെസ്, കറക്റ്റ് ആണ്. വർഷങ്ങളായിട്ട് ഓക്കെ. വന്നിട്ടും മീറ്റിങ്ങുകളിൽ ഷെയർ ചെയ്യുന്ന കേൾക്കാൻ ചില ആൾക്കാർ മദ്യപിച്ചാൽ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ, മദ്യപാനം മാത്രമേ എനിക്ക് പ്രശ്നം, അല്ലെങ്കിൽ എനിക്കൊരു പ്രോബ്ലം ഇല്ല, എന്താ പറയാ എന്ന് പറയുന്ന കുറെ പേരെ ഞാൻ കേട്ടിട്ടുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് ശരിയല്ല. അപ്പൊ 6ാം പടിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് അവിടെ കാറ്റഗറൈസ് ചെയ്യാം മനുഷ്യന്റെ ഗ്രോത്തിനെ. അതുകൊണ്ടാണ് ഇതില് ഇൻഡിവിജ്വൽ ഗ്രോത്ത് എന്നുള്ളവരൊന്നും കൂടി പറഞ്ഞു ഈ പേജ് സൂചിപ്പിക്കും. അടുത്ത പേജ് പോട്ടെ. മോഡറേറ്റേഴ്സ് അടുത്ത പേജിലേക്ക് പോവാം. 137. ബിയോണ്ട് എഗ്നോസ്റ്റിസിസം. ബിയോണ്ട് എഗ്നോസ്റ്റിസിസം, അതായത് നമ്മളുടെ അജ്ഞേയവാദം, അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ബുക്കിൽ, മലയാളം ബിഗ് ബുക്കിൽ അത് പരിഭാഷപ്പെടുത്തി നിരീശ്വരവാദം തന്നെ. അതിന്റെയും അപ്പുറത്തേക്ക് നിരീശ്വരവാദം അല്ലാതെ ഇതൊരു കൺഫ്യൂഷനുള്ള സ്റ്റേറ്റ് ആണ്. പക്ഷെ അപ്പോൾ 4ാമത്തെ അധ്യായത്തില് എന്നാണ് ഇതിലെടുത്തിട്ടുള്ളത്. ഒരു ഭാഗം എടുത്തിട്ടുള്ളത് ഒരു ലെറ്ററാണ് 1946. 4ാമത്തെ അധ്യായത്തിലത്തെ ഭാഗം നമുക്ക് വായിക്കാം. മലയാളത്തിൽ തന്നെ ഉണ്ട്. പേജ് നമ്പർ 46 അല്ല 47 45. ഇംഗ്ലീഷിൽ 46 മലയാളത്തിൽ പേജ് നമ്പർ 45. അതൊരു വലിയൊരു പാരഗ്രാഫാണ് ആദ്യം ഇതിൽ കാണുന്നത് തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ പാരഗ്രാഫ്, ആദ്യത്തെ പാരഗ്രാഫ് തന്നെ പറഞ്ഞിട്ട് പേജിന്റെ പകുതിയിലപ്പുറം. അതെ, നാസ്തിക പ്രകൃതക്കാരായ ഞങ്ങൾക്കെല്ലാം തന്നെ ഇതുപോലെ വിചാരങ്ങളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏതുപോലത്തെ വിചാരങ്ങൾ? അത് അതിന് മുമ്പുള്ള പാരഗ്രാഫ് വായിച്ചാലേ കിട്ടുള്ളൂ. അത് ഇതാണ്. എന്താണ്? ചില നിമിഷങ്ങളിൽ നക്ഷത്രങ്ങളുടെ രാത്രിയുടെ ശോഭയിൽ അറിയാതെ ആകർഷകരാകുമ്പോൾ ഇതൊക്കെ സൃഷ്ടിച്ച ആരാണെന്ന് സ്വയം ഞങ്ങൾ ചിന്തിക്കുന്നതായി അനുഭവപ്പെട്ടു. ആ അവസരങ്ങളിൽ ആദരവോടുകൂടിയ ഭയവും അത്ഭുതവും ഉണ്ട്. എന്നാൽ അവ ക്ഷണികവും പെട്ടെന്ന് മാഞ്ഞു പോകുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത്. അതെ, നാസ്തിക പ്രകൃതക്കാരായ ഞങ്ങൾക്കെല്ലാം തന്നെ ഇതുപോലെ വിചാരങ്ങളും അനുഭവങ്ങളും ഉണ്ടായി. ഞങ്ങളത് നിങ്ങളുടെ ആവർത്തിച്ചുള്ള അറിവിനായി വിവരിക്കാം. മുൻവിധികൾ മാറ്റി എപ്പോൾ ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിയെ വിശ്വസിക്കാനുള്ള ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചു, അപ്പോൾ മുതൽ ഞങ്ങളിൽ ആർക്കും തന്നെ പൂർണ്ണമായും ദൈവം എന്ന ആ ശക്തിയെ നിർവചിക്കാനോ ഗ്രഹിക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ ഫലം കിട്ടുന്നു. അതാണ് ഇവിടുത്തെ കാര്യം. അപ്പൊ അഗ്നോസ്റ്റിസിസത്തിന്റെ അപ്പുറത്തേക്കുള്ള കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതാണ്. ഇതേപോലത്തെ സംശയങ്ങളുള്ള ഒരു അഗ്നോസ്റ്റിക് ആയിരുന്നു ഞാൻ. അങ്ങനെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് പറയണ തന്നെ ഇതുപോലത്തെ പല വിചാരങ്ങളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനിയോ, ഞങ്ങളത് നിങ്ങളുടെ ആവർത്തിച്ചിട്ടുള്ള അറിവിനായി വിവരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആ അനുഭവങ്ങൾ. എന്നിട്ട് അവിടെ അതിനുള്ള സൊല്യൂഷൻ എങ്ങനെയാണ് കിട്ടിയത്? ഈ അത്ഭുതങ്ങൾ. മുൻവിധികൾ മാറ്റി എപ്പോൾ ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിയെ വിശ്വസിക്കുവാനുള്ള ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചു, അപ്പോൾ മുതൽ ഞങ്ങളിൽ ആർക്കും തന്നെ പൂർണ്ണമായും ദൈവം എന്ന ശക്തിയെ നിർവചിക്കാനോ ഗ്രഹിക്കാനോ കഴിഞ്ഞില്ലെങ്കിലും ഫലം കിട്ടുന്നു. ഞാൻ എൻ്റെ ഇതിൽ പറയാം,
അത് ഞാനത് ഇൻവെന്ററി എടുത്തപ്പോഴാണ് എനിക്കത് ആ നെഗറ്റീവ് ആയതിന്റെ അത് പോസിറ്റീവ് ഫലമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. അതിനൊക്കെ മുമ്പ് 98, 99 ആ കാലഘട്ടം, 99 തന്നെ ആ കാർഗിൽ വാറൊക്കെ നടത്തി. അപ്പൊ ആ ടൈമില് ഒരു ദിവസം എനിക്ക് വല്ലാത്തൊരു ഇൻസൾട്ട് എന്റെ ജോലി സ്ഥലത്ത് വെച്ചിട്ട് ഈ മദ്യപാനം കൊണ്ടുണ്ട്. അതുപോലെ ഇല്ലാത്തൊരു പ്രശ്നമായിരുന്നു. മദ്യപാനം കൊണ്ട് എന്റെ ഡ്യൂട്ടിയിൽ ഒരു ഡെറിലക്ഷൻ വന്നിട്ട് അവിടെ അത് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിരുന്നു. പക്ഷെ അവര് എന്റെ മേലുദ്യോഗസ്ഥര് എന്നെ വളരെ അറിയാവുന്ന ആൾക്കാരും ഒക്കെ ആയിരുന്നു ഒക്കെ കൊണ്ട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ എന്നെ വളരെ സൗമ്യമായിട്ട് ഡീൽ ചെയ്തു. പക്ഷെ അത് വേറെ പ്രത്യേകിച്ച് ഒരു വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുള്ള ഒരു എന്താ പറയാ ഡെറിലക്ഷൻ ഓഫ് ഡ്യൂട്ടി ആയിരുന്നു. പക്ഷേ അവിടെ അന്ന് അങ്ങനെ അവര് വളരെ സൗമ്യമായിട്ടാണ് ഡീൽ ചെയ്ത്. ഓക്കെ, അശോകൻ പൊക്കോളൂ എന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ആ പൊക്കോളൂ എന്നുള്ള പറച്ചില് എന്റെ മനസ്സിന് ഭയങ്കര അല്ല. ഏകദേശം ഒരു 18 വർഷത്തിനൊക്കെ ശേഷമായിട്ട്, 18 അല്ല, ഒരു 20 വർഷത്തിന് ശേഷമായിട്ട് അന്നത്തെ ദിവസം കുളിക്കുന്ന സമയത്ത് ഞാൻ ദൈവം എന്ന് വിളിച്ചു. എന്നിട്ട് ഈ മദ്യപാനത്തിന്റെ ഈ ഒരു പ്രശ്നമാണല്ലോ എനിക്ക് ഉണ്ടായത്. ഞാൻ ഇന്നലെ രാത്രി ആ 2 മണി നേരത്ത് മദ്യപിച്ചില്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അതായത് 9 മണിക്ക് മദ്യപിച്ചതിന് ശേഷം ഡ്യൂട്ടിക്ക് പോയത്. അത് കഴിഞ്ഞിട്ട് ഫർദർ 100% ആൽക്കഹോൾ കുടിച്ചു 2 മണിയാവും. അതിന് എനിക്ക് എന്റെ എല്ലാം പോയി. അവിടെ ഒരു വലിയ സീരിയസ് ആയിട്ട് പ്രശ്നം നടക്കണം ആ ടൈം. അത് ഞാൻ അന്ന് അത് വിചാരിച്ചു. അപ്പൊ അന്ന് വരെയൊന്നും ഞാൻ ശരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 24 അവർ ഡ്രിങ്കറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. വല്ലപ്പോഴൊക്കെ ചാൻസ് കിട്ടും എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിയിലൊക്കെ ചാൻസ് കിട്ടിയൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഈ വേറൊരു അവസ്ഥയിലേക്ക് വീഴുന്നില്ല. ബട്ട് ഫ്രം ദാറ്റ് ഡേ ഓൺ, അന്ന് മുതൽ ഞാൻ 24 മണിക്കൂർ മതി. അപ്പൊ എനിക്ക് തോന്നണം അന്നാത്ത ആ പ്രാർത്ഥന പിന്നീട് എന്നെ എയിലേക്ക് കൊണ്ടുവന്ന് എയിൽ കൂടെ എനിക്ക് റിക്കവറിയിലേക്ക് വരാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നുണ്ടാവാം. ആ പദ്ധതിയിലേക്കുള്ള ഒരു കാര്യമായി ഉണ്ടാവുക. ഞാൻ അങ്ങനെ വിശ്വസിച്ചു. അപ്പൊ ഇവിടെ സംഭവിച്ചത്, അതുവരെ ഞാൻ അഗ്നോസ്റ്റിക് ആയിരുന്നു. ഞാൻ പറഞ്ഞ 10-20 വർഷത്തിന് ശേഷമായിരിക്കണം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു 17 വയസ്സ് 16 വയസ്സിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ട് ശബരിമല അതൊക്കെ വന്നതിന് ശേഷം പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ഇത് സംഭവിക്കുന്ന ഓൾമോസ്റ്റ് എത്രയൊക്കെ കഴിഞ്ഞിട്ടുള്ള കുറെ കാലഘട്ടത്തിൽ ഈ കഷ്ടി 19 കൊല്ലെങ്കിലും ഉണ്ടാവും ഈ വ്യത്യാസങ്ങൾ എന്തായാലും. അപ്പൊ ഇവിടെ ചെയ്തെന്താണ്? മുൻവിധികൾ മാറ്റി എപ്പോൾ ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിയെ വിശ്വസിക്കാനുള്ള ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചു. അത്ര ഉണ്ടായിരുന്നു. ഞാൻ ആഗ്രഹം, അതിന്റെ ഭയം കൊണ്ടാണ് ഞാൻ ആഗ്രഹം ചെയ്തത്. ഭയം കൊണ്ടും കുറ്റബോധം കൊണ്ടും. അതുപോലെ ഗതികേടുണ്ട്. കാരണം വേറെ ഒന്നും എനിക്ക് ചെയ്യാണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു ഗതികേടിൽ ഞാൻ അതിന്. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചു. അപ്പോൾ മുതൽ ഞങ്ങൾ ആർക്കും തന്നെ പൂർണ്ണമായി ദൈവം എന്ന ആ ശക്തിയെ നിർവചിക്കാനോ ഗ്രഹിക്കാനോ കഴിഞ്ഞില്ലെങ്കിലും ഫലം കിട്ടാൻ തുടങ്ങും. അപ്പൊ ഞാൻ അതൊരു ഫുൾ ടൈം മദ്യപാനിയായി മാറി. ഓക്കെ, അപ്പൊ അതും ഒരു ഗ്രേസ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അടുത്ത ഭാഗം എന്താണ്? അതൊരു ലെറ്ററാണ്. 1946 ആരോ അയച്ച കത്തിന് ബിൽ ഡബ്ല്യു അയച്ച മറുപടിയിൽ നിന്ന് അദ്ദേഹം തന്നെ അടർത്തിയെടുത്ത കുറച്ച് വാചകങ്ങൾ നോക്കാം എന്താണ്. Many people soberly assure me that man has no better place in the universe than that of another competing organism, fighting its way through life only to perish in the end. Hearing this, I feel that I still prefer to cling to the so-called illusion of religion, which in my own experience has meaningfully told me something very different. ഇതെന്താണ്? Many people soberly assure me that man has no better place in the universe than that of another competing organism. അതായത് നമുക്ക് ഈ ലോകത്ത് തുല്യം അവകാശമാണ്. വേറെ ഒരു ജീവിക്കുള്ള അതേ അവകാശം തന്നെ ഉള്ളൂ മനുഷ്യന് കൂടുതലൊന്നും ഒന്നുമില്ല. അപ്പൊ നമ്മള് മറ്റേ മനുഷ്യര് അല്ലാത്ത ജീവികളെ
ഉപദ്രവിക്കല് അങ്ങനത്തെ ഇതുകളൊന്നും അതൊന്നും ആർക്കും അവകാശം കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മെനി പീപ്പിൾ സോബർലി അഷ്യൂർ ചെയ്യണം. പലരും അങ്ങനെ സോബർലി ദേഹം അഷ്യൂർ, അത് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. സോബർലി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുക മദ്യപിക്കാതെ എന്നല്ല കേട്ടോ. അതായത് പല പണ്ഡിതന്മാരായിട്ടും പല ആൾക്കാരും വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചിന്തിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാര് ആ സുബോധത്തിന്റെ വെളിച്ചത്തിൽ, അവർക്ക് കിട്ടിയിട്ടുള്ള ആ സുബോധ ചിന്തകളുടെ വെളിച്ചത്തിൽ അവര് ഉറപ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് മറ്റ് ജീവികളുടെ തുല്യമായിട്ടുള്ള ഒരു സ്ഥാനം തന്നെ മനുഷ്യർക്കും ഇവിടെ ഈ ലോകത്തുള്ളൂ, അത് കൂടുതലൊന്നുമില്ല. ഫൈറ്റിംഗ് ഇറ്റ്സ് വേ ത്രൂ ലൈഫ് ഓൺലി ടു പെരിഷ് ഇൻ അത് എന്താണ് ഫൈറ്റിംഗ് ഇറ്റ്സ് വേ ത്രൂ ദ ലൈഫ്. നമ്മൾ ഈ ജീവിതത്തിന്റെ ഈ പാതയിൽ കൂടെ അങ്ങനെ നമ്മളിങ്ങനെ പല പല രീതിയിൽ കടന്നു പോകുന്നു. അതിന് ചിലപ്പോൾ ചില സംഘടനകളിൽ കൂടെ കടന്നു പോകും. സംഘടന എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ നിത്യമായ പ്രശ്നങ്ങളിൽ കൂടെ, നിത്യവും വരുന്ന പ്രശ്നങ്ങളിൽ കൂടെ നമ്മളിങ്ങനെ കടന്നു പോകുന്നു. എന്നിട്ട് അവസാനം എന്താണ്, നമ്മളെല്ലാം ഇല്ലാതാവും. ഇത് തന്നെയാണ് മറ്റു ജീവികൾക്കും ഉള്ളത്. അതുപോലെ തന്നെ നമുക്കുള്ളൂ എന്നുള്ള ഒരു ഇതിലാണ്. അടുത്തത് എന്താണ്, ഇപ്പൊ ബിയോണ്ട് അഗ്നോസ്റ്റിസം എന്നുള്ളതിലാണ് ഇത് വരുന്നത്. അടുത്തത് എന്താണ്, ഹിയറിംഗ് ദിസ് ഐ ഫീൽ ദാറ്റ് ഐ സ്റ്റിൽ പ്രിഫർ ടു ക്ലിങ് ടു ദ സോ കോൾഡ് ഇല്യൂഷൻ ഓഫ് റിലീജിയൻ. അതായത് ആ റിലീജിയനിൽ പറഞ്ഞിട്ടുള്ള, മതത്തിൽ പറഞ്ഞിട്ടുള്ള സോ കോൾഡ് ഇല്യൂഷൻ എന്നാ പറഞ്ഞത്. ആദ്യമേ ഈ വാക്കുകളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മിഥ്യാഭാവന. മതങ്ങളിൽ പറഞ്ഞിട്ടുള്ള മിഥ്യാഭാവനയോട് ചേർന്ന് നിൽക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചത്. എന്താണ് ആ മിഥ്യാഭാവന? പ്രസിദ്ധമായ മിഥ്യാഭാവന, സോ കോൾഡ്, അല്ലെങ്കിൽ ധാരാളം പറയപ്പെട്ടിട്ടുള്ള മിഥ്യാഭാവന. അതെന്താണ്? ഓഫ് റിലീജിയൻ which in my own experience has meaningfully told me something very different. എൻ്റെ ജീവിതത്തിൽ തന്നെ അത് വളരെ അർത്ഥവത്തായിട്ട് വേറെ പല കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താ, പല റിലീജിയൻസിലും നമ്മൾ നോക്കുമ്പോൾ ചില റിലീജിയൻ പറയുന്നു ഈ മൃഗങ്ങളൊക്കെ നിങ്ങളെ ഭക്ഷിക്കാനുള്ളതാണ്, നിങ്ങൾക്ക് അവരെ കൊല്ലാനായിട്ട് ദൈവം നിങ്ങൾക്ക് അനുമതി തന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ ബലി കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഇതൊരു തരത്തിൽ പറഞ്ഞ ഒരു അഹിംസാവാദമാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത് സത്യം പറഞ്ഞ ബിയോണ്ട് അഗ്നോസ്റ്റിസം, ഒരു അഗ്നോസ്റ്റിക്കിന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ബിയോണ്ട് എന്ന് പറഞ്ഞാൽ അതിന് അപ്പുറമുള്ളൊരു കാര്യം. നമ്മൾ എപ്പോഴും ഈ രണ്ട് ഭാഗമായിട്ട് സാധാരണഗതിയിൽ ആസ്പിൽസിലെ ഏതെങ്കിലും പേജിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഭാഗം ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കാം, ഒന്നുകിൽ ചിലപ്പോൾ ഒരു ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രോബ്ലം ആയിരിക്കാം, ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. രണ്ടാം ഭാഗം അതിൻ്റെയൊക്കെ ആൻസർ ആയിരിക്കും, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ തന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് സാധാരണ പതിവ്. അപ്പൊ ഇവിടെ ഇപ്പോ ബിയോണ്ട് അഗ്നോസ്റ്റിസം എന്ന് പറഞ്ഞതിൽ ആദ്യം പറഞ്ഞ ആ ഒരു ഇത് കഴിഞ്ഞ് ആ ഒരു agnostic view of agnostic temperament found that as soon as we were able to lay aside prejudices, നമ്മുടെ മുൻവിധിയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളെക്കാളും വലിയൊരു ശക്തിയിൽ വിശ്വസിക്കാനുള്ള സന്നദ്ധത കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങണം. ആ ആഗ്രഹം മതിയായിരുന്നു ശരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞെന്താണ്, കൂടുതൽ വിശുദ്ധ പറയാൻ പാടുമോ അറിയില്ല, സോബർലി കൂടുതൽ ആയിട്ട് കൃത്യമായിട്ട് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിക്കുന്ന ആൾക്കാർ അവര് പറഞ്ഞിട്ടുള്ള എന്താണെന്നുണ്ടെങ്കിൽ ഇത് ഈ ലോകത്ത് എല്ലാവർക്കും തുല്യസ്ഥാനം തന്നെയാണ്, എല്ലാ ജീവികൾക്കും. ഒരാൾക്കും വേറൊരാളും കൊണ്ട് കൂടുതൽ അവകാശമൊന്നും ലോകത്ത് കൊടുത്തിട്ടില്ല. അതൊരു ദിനസോറാണെങ്കിലും മനുഷ്യനാണെന്നുണ്ടെങ്കിലും ആനയാണെന്നുണ്ടെങ്കിലും ഉറുമ്പാണെന്നുണ്ടെങ്കിലും പാപ്പാണെന്നുണ്ടെങ്കിലും എന്തൊരു ജീവിയാണെന്നുണ്ടെങ്കിലും ആടാണെങ്കിലും കോഴിയാണെങ്കിലും ഒക്കെ ഇതിനൊക്കെ തുല്യമാണ്. അതുകൊണ്ട് അതിനെ കൊല്ലാനുള്ള ഒരു പ്രത്യേക ഒരു അവകാശം കൊടുത്തിട്ടില്ല. അതാ പറഞ്ഞു. മറ്റുള്ളവർ നമ്മളെ പോലെ തന്നെ അവരും ജീവിതാവസാനം വരെ ആ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ കൂടെ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ട് അവസാനം ഇല്ലാതാവും. ഇതാണ്. ഇനിയോ ഹിയറിംഗ് ദിസ്, ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് തോന്നിയത് എന്താണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പണ്ട് റിലീജിയനിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഇതിനോട് തന്നെ ചേർന്ന് നിൽക്കാനാണ് തോന്നിയത്. അതെന്താണ്,
which in my own experience has meaningfully told me something very different. ഇങ്ങനെ അല്ലാത്തൊരു കാര്യമാണ് റിലീജിയനിൽ പറഞ്ഞത്. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നത് റിലീജിയനിൽ പറഞ്ഞ ഇത് ശരിയാണോന്നോ ചോദിച്ചിട്ട് വല്ലവരും വല്ല കത്ത് വെച്ചിട്ടുണ്ടാവണം, ഒക്കെ ആയിരിക്കണം. അതിന്റെ മറുപടി എനിക്കറിയില്ല. കാരണം ഇതിൽ ആ ഒരു ചെറിയൊരു രണ്ട് വരി മാത്രം എടുത്ത് 2 സെന്റൻസ് മാത്രം എടുത്തിട്ട് ഇവിടെ പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ കത്തിന്റെ ബാക്കി ഭാഗങ്ങളെ കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് അതിനൊന്നും കൂടുതൽ കമന്റ് ചെയ്യാൻ എനിക്കും അതിനുള്ള കഴിവില്ല. പിന്നെ അത് ഏത് റിലീജിയനെ കുറിച്ച് പറഞ്ഞ, എന്ത് റിലീജിയനെ കുറിച്ച് റിലീജിയനിലെ ഏത് കോണ്ടെക്സ്റ്റാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പൊ അവിടെ ഞാൻ എൻ്റെ അപര്യാപ്തത ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, അത് നമ്മളുടെ ഒരു അഹിംസാവാദത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം പറയുന്നത്. അത് ആ അഹിംസാവാദം വരണമെന്നുണ്ടെങ്കിൽ ഒരു ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് അത് അതുകൊണ്ടായിരിക്കണം ആ ബിയോണ്ട് അഗ്നാസ്റ്റിസിസം എന്നുള്ള ഈ ഹെഡിങ്ങിന്റെ കീഴിൽ ഇത് വന്നു. അത് എനിക്ക് അത് ഐ എം ജസ്റ്റ് അസ്യൂമിങ്, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ കണക്കാക്കണ. പിന്നെയോ ഇത് സൂചിപ്പിക്കുന്ന എന്തൊക്കെയാണ്? ഒന്ന്, ഹയർ പവർ. ഹയർ പവർ എന്തിന്? ഫോർ അഗ്നാസ്റ്റിക്സ് ആൻഡ് എത്തിയസ്. അത് ഹയർ പവറും അതിനോട് കൂടി അഗ്നാസ്റ്റിക്സ് ഫോർ എന്ന് പറയാൻ പറ്റില്ല, ഹയർ പവർ, പിന്നീട് അഗ്നോസ്റ്റിക്സ് ആൻഡ് അത്തീസിനെ പറയാം. അപ്പൊ അഗ്നോസ്റ്റിക്സിനെ കുറിച്ചും അത്തീസിനെ കുറിച്ചും ഒരു ഹയർ പവറിന്റെ ആവശ്യത്തെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഓപ്പൺ മൈൻഡഡ്നെസ്, തുറന്ന മനസ്ഥിതി ആവശ്യം പറയുന്നുണ്ട്. പിന്നെ വില്ലിങ്നെസ്, സന്നദ്ധത, ഇതിന്റെയും കാര്യം പറയും. അപ്പോ ഇതിനെയും ഹൗ എന്ന് വേണമെന്ന് പറയാം. ഹയർ പവർ, ഓപ്പൺ മൈൻഡഡ്നെസ് ആൻഡ് വില്ലിങ്നെസ്, അങ്ങനെ നോക്കും. ഓക്കെ, ഈ റാഷണലൈസ് ചെയ്യാനുള്ള ഒരു ആൽക്കഹോളിക്കിന്റെ ഒരു ബുദ്ധി ഉണ്ടല്ലോ, അതും ചില സമയത്തൊക്കെ തലതിരിഞ്ഞ വാക്കിയ ഫോർവേഡ് ഐഡിയാസ്, ഫോർവേഡ് തിങ്കിങ്. അപ്പൊ എല്ലാവർക്കും നന്ദി, താങ്ക് യു. താങ്ക് യു സോന. ചേട്ടാ, ഒരു സംശയം. പറയൂ സാർ. ഈ ഏയിലുള്ളവരെ പോലും തുല്യമായിട്ട് കാണാനും സ്നേഹിക്കാനും പറ്റാത്ത ഒരു മധ്യാസക്തന് ഈ പ്രകൃതിയിലുള്ള മറ്റ് സംവിധാനങ്ങളെ, ജീവികളെയും ചരാചരങ്ങളെയൊക്കെ അവർക്കെല്ലാം അവകാശപ്പെട്ടതാന്നുള്ള ആ വലിയ ഉയർന്ന ചിന്ത അത് മനുഷ്യനിലേക്ക് വരുമോ എന്നുള്ളതാണ് എന്റെ സംശയം. സാർ, അതുകൊണ്ടല്ലേ നമ്മൾ കഴിഞ്ഞ ഇതിന് മുമ്പത്തെ പേജിൽ പറഞ്ഞു വളർച്ച പ്രാപിക്കുന്നവരും പ്രാപിച്ചവരും പ്രാപിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഇത് വളർച്ച പ്രാപിച്ചവരുടെ കാര്യം പറഞ്ഞു. വളർച്ച പ്രാപിച്ചവർക്ക് നടക്കും. അതെ, മറ്റേത് ദൗർഭാഗ്യവശാൽ വളർച്ച പ്രാപിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കാത്ത കുറെ ആൾക്കാരാണ്. ചെയ്യാൻ പറ്റും അല്ലേ? അവരങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കാം. അങ്ങനെയല്ലേ ബിഗ് ബുക്ക് പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും?